ഇതാ ആ മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചു. എട്ടാമത് റൂഹ് നിലവിളിക്കുന്നത് എപ്പോഴും അറിയോ? പള്ളിക്കകത്ത് വെച്ചിട്ട് പിന്നെ ഉസ്താദ് സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു നസീഹത്ത് കൊടുക്കുമല്ലോ. മയ്യിത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചു. എല്ലാവരും ഒളു എടുക്കുന്നു. എല്ലാ ആൾക്കാർക്ക് ഒളുവുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിന് ഒളു വേണമോ എന്ന് ചോദിച്ചവര് പോലുമുണ്ട്. അള്ളാഹു കാക്കട്ടെ. കൊച്ചിൻ ഹനീഫ മരണപ്പെട്ടപ്പോൾ എറണാകുളം സ്റ്റേഡിയത്തിൽ മയ്യിത്ത് നിസ്കാരത്തിന് സിനിമാ നടൻ സിദ്ദീഖ് നേതൃത്വം കൊടുത്തത് നമ്മളൊക്കെ കണ്ടതാണ്. ആ സമയത്ത് സഹോദരിമാർക്ക് കൊച്ചിൻ ഹനീഫ മരിച്ചതിലല്ല വിഷമം, സിദ്ദീഖിന്റെ പുറകെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തതിലാണ് വിഷമം. അങ്ങനെ സിദ്ദീഖ് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ആ പള്ളിയിലെ ഇമാമാരെ എന്റെ ഒരു സുഹൃത്ത് നോക്കുമ്പോ കുറെ ആൾക്കാർ അവര് മയ്യിത്തിന്റെ കൂടെ വന്നവരാണ്. ഒരുപാട് സമയം കൊണ്ട് ഇവിടെ കരഞ്ഞു തിരിഞ്ഞ് നടന്നവരാണ്. നിസ്കാരം തുടങ്ങുന്നു പറഞ്ഞുകൊണ്ട് അവരും കൂടെ ബാക്കി പോയി കൈയിട്ട് എല്ലാരും കൈയിട്ട്. അവസാനം മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നടക്കുന്ന സമയത്ത് ഉസ്താദ് മയ്യിത്ത് നിസ്കാരത്തിന്റെ മര്യാദ വുളു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, അങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിന് ഒന്നു വേണമില്ലേ? അങ്ങനെ കിട്ടിയാ പോരെ വെറുതെ അതിന് ഒന്നു വേണമെന്നായി സംശയം. നമ്മളെ മയ്യിത്ത് നിസ്കരിക്കാൻ ആര് വരും? എന്റെ പ്രിയപ്പെട്ടവരെ, ആരുണ്ടാവും? അള്ളാഹു നല്ല മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും നമ്മുടെ മയ്യിത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖിൽ അള്ളാഹു നമ്മെ ആക്കുമാറാകട്ടെ. ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മയ്യിത്തിന്റെ പ്രിയപ്പെട്ടവരെ കുറെ കള്ളുകൂടിയന്മാരും കുറെ ഈമാനില്ലാത്തവരും കുറെ ആഭാസന്മാരും കുറെ അഹങ്കാരികളും പള്ളിക്കകത്ത് ഒളുവെടുത്ത് വന്നിട്ട് നമ്മുടെ മുമ്പ് നിസ്കരിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടാനാണ്? നല്ലവര് വേണ്ടേ? നല്ല ഉസ്താദുമാര് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം തരുന്ന മയ്യിത്താക്കി അല്ലാഹു നമ്മുടെ മയ്യിത്തിനെ മാറ്റട്ടെ. ആ മയ്യിത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉസ്താദ് നസീഹത്തിന് തുടക്കം കുറിക്കുമ്പോ ഉസ്താദുമാര് പറയാറുണ്ടല്ലോ, ഈ പിതാവിന് വല്ല കടബാധ്യതയുമുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ വന്ന 30 പേരാണ്. ആ 30 പേരും ഈ പിതാവുമായിട്ട് ചിലപ്പോ ഒരു ബന്ധവും കാണൂല. എവിടെ നിന്നൊക്കെ വന്നവരായിരിക്കും. ഇവരെ ആരിൽ നിന്നും പൈസ വാങ്ങി കാണൂല. പിന്നെ പൈസ വാങ്ങിയവരൊക്കെ ആരാ? നാട്ടിലുള്ള പ്രമാണിമാരാണ്. അവർക്ക് നിസ്കാരമില്ല. അവരുടെ കടബാധ്യത ആര് കൊടുത്തു വീടും? മോനെ, നിസ്കരിക്കാൻ വരുന്നവർ ഒരു പക്ഷേ വിചാരിക്കും കുഴപ്പമില്ല, പാവപ്പെട്ടവനല്ല, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു മരിച്ചുപോയതല്ലേ. എന്നാൽ ഇതറിയാതെ നിന്റെ വാപ്പ പൈസ കൊടുക്കാനുള്ള നൂറുകണക്കാറ് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അവരോട് ആര് പോയി കടം തീർക്കും? പ്രിയപ്പെട്ടവരെ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹ് ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നു ദുആ ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പയോട് ചോദിച്ചു, ഉപ്പാ, എന്താണ് നിങ്ങൾ ദുആ ചെയ്തത്? ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഉപ്പ പറയുന്നു, മോനെ, നാളെ നടക്കുന്ന യുദ്ധത്തില് ഷഹീദാക്കണം എന്നാണ് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത്. വെറുതെ ഷഹീദായാ പോരാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കണം. യുദ്ധത്തിൽ ഒരുപാട് പേര് ഷഹീദാകും പടച്ചവനെ. രണ്ടാമതും മൂന്നാമതും 10ാമതും ഒന്നും എനിക്ക് മരിക്കണ്ട, എനിക്ക് ആദ്യം മരിക്കണം. ഉഹദിന്റെ രണാകണത്തിൽ എനിക്ക് ആദ്യം പിടഞ്ഞു വീഴണമെന്ന് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തതാണ് മോനെ. അല്ലാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ പിതാവ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മോനെ, ഉപ്പാക്ക് കടമുണ്ട് മോനെ, ആ കടം നീ വീട്ടാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടല്ലാതെ യുദ്ധത്തിന് ഞാൻ പോകുന്നില്ല. ഉപ്പാടെ ആഗ്രഹമാണ് ഷഹീദാകണമെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ നബിതങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൽ അർത്ഥമെന്താണ്? അതുകൊണ്ട് ഷഹീദായി മരിക്കുമ്പോ എന്റെ പൊന്നുമോനെ, കടമെനിക്കുണ്ടാവാതിരിക്കാൻ എന്റെ കടം മുഴുവനും വീട്ടിക്കൊള്ളാമെന്ന് നീ എനിക്ക് വാക്ക് തരണം മോനെ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത്. ജാബിർ റളിയല്ലാഹു അൻഹു പിറ്റേത് നബിതങ്ങളുടെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ഉപ്പ ഷഹീദായോ, എന്റെ ഉപ്പച്ചി ഷഹീദായോ?
അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ ഷഹീദായെന്ന് മാത്രമല്ല, ആദ്യം ഷഹീദായത് നിന്റെ ഉപ്പയാണ് മോനെ. അൽഹംദുലില്ലാഹ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരങ്ങളെ, ഭാര്യയെ നോക്കാൻ, മക്കളെ നോക്കാൻ, കുടുംബത്തെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. കടം വന്നു പോയില്ലേ? ആ കടക്കാരായി നിങ്ങളൊന്ന് മരിച്ചുപോയാൽ ആര് വീടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കടക്കാര് വന്ന് എന്നും വീട്ടിനകത്ത് വേളം വെച്ചാൽ ആലോചിച്ചു നോക്കുക, ആ മയ്യത്തായ നമുക്കൊരു സമാധാനമില്ല. നബിതങ്ങൾ പറയുന്നു, കടബാധ്യതയുള്ള മയ്യത്തിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കാരം പോലും നടത്തൂല. കടക്കാരായി മരിച്ചവർക്ക് മയ്യത്ത് നിസ്കാരത്തിൽ എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് നബിതങ്ങൾ പറഞ്ഞു പോകുമ്പോ ആവശ്യത്തിന് പണം ചെലവഴിക്കണേ, എന്നിട്ട് ഉള്ള കടങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തണേ. പെട്ടെന്ന് കടം വരുന്നത് എങ്ങനെയെന്നറിയോ? പണം നമ്മുടെ കയ്യിൽ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂല. നിങ്ങൾ പറയും, അൽഹംദുലില്ലാഹ് ഇപ്പൊ കടമില്ല ഉസ്താദേ, സന്തോഷമാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് കരുതണ്ട. 2 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ മരുന്നിനും മന്ത്രത്തിനും വേണ്ടി മാറ്റേണ്ടി വന്ന ആ സഹോദരന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഒരു രോഗം വന്നാൽ നമ്മൾ ഏറ്റവും വലിയ കടക്കാരായി മാറിപ്പോലേ. അതേ, നാദാപുരത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ആരിഫ എന്ന് പറയുന്ന ഒരു മാതാവിന് ബാംഗ്ലൂർ ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാണ്. ക്യാൻസറിന്റെ 1.5 ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരെ. ക്യാൻസർ എന്ന മഹാമാരിയുടെ അണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി വാങ്ങുന്ന മരുന്ന് ബാംഗ്ലൂരുള്ള ചികിത്സയ്ക്ക് 1.5 ലക്ഷം രൂപയാണ്. ആലോചിച്ചു നോക്കൂ. അല്ലാഹു നമുക്ക് തന്ന ആഫിയത്ത് എത്ര വലുതാണ്, അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. ഓടാനും ചാടാനും വാഹനം ഓടിക്കാനും സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങളെ, അല്ലാഹുവിനോട് തിരിച്ചു നന്ദി കാണിക്കണേ മോളെ. മഗ്‌രിബിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ കമിഴ്ന്നു കിടക്കാറ്, പാതിരാത്രി നിലവിളക്കും കൊലവിളക്കും ഉത്സവപ്പറമ്പുമായി സമയം ചെലവഴിക്കാറ്, നിന്റെ വീട്ടിന്റെ അകത്ത് നീ എടുത്തിട്ട് ഒരുപാട് ദിവസമാരെ ഖുർആൻ ഉണ്ടല്ലോ, മൗലിദ് കിതാബ് ഉണ്ടല്ലോ, ഒന്നെടുത്തു വെച്ചിട്ട് പാരായണം ചെയ്യാൻ ഒരു യാസീൻ ഓരാൻ, അർ-റഹ്മാൻ ഓരാൻ എന്റെ സഹോദരിമാർക്ക് നേരമുണ്ടോ? മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ കഥ പത്രത്തിലൂടെ വായിച്ചില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമായി, പ്രതിസന്ധിയും പ്രയാസവും കാരണമായി, അതേ 3 മക്കളിൽ മൂത്തയാളിന് ക്യാൻസർ വന്നു. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഏറ്റവും വലിയ വേദനയുള്ള രോഗവേദന ചോദിച്ചാൽ ഡോക്ടർമാർക്ക് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അത് ക്യാൻസറാണ്. അത് വല്ലാത്ത വേദനയാണ്. തിരുവനന്തപുരം RCCയുടെ ഹോസ്പിറ്റലാകുന്ന RCCയുടെ മുകളിൽ നിന്ന് ക്യാൻസറിന്റെ വേദന സഹിക്കാനാകാതെ താഴേക്ക് ചാടി മരിച്ചു പോറ ഒരു സഹോദരന്റെ വാർത്താപത്രത്തിലൂടെ അറിഞ്ഞവരല്ലേ നിങ്ങൾ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റഹ്മാനേ, ഈ സരസിൽ വന്ന ഞങ്ങളാർക്കും നീ ക്യാൻസർ തരല്ല അല്ലാ. ഈ സരസിൽ വന്ന ഞങ്ങൾക്ക് ആർക്കും പടച്ചവരെ ക്യാൻസർ എന്ന രോഗം വരുത്തല്ല അല്ലാ. ഞങ്ങളുടെ അരുമ മക്കൾക്ക് നീ ക്യാൻസർ വരുത്തല്ല അല്ലാ. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യമാണ് ഞങ്ങളുടെ മക്കൾ. അതുകൊണ്ട് പടച്ചവരെ ഞങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരുത്തല്ല റബ്ബേ. ഒരു മകന് ക്യാൻസർ വന്നു, 2.5 വർഷമായിട്ട് ചികിത്സയിലാണ്. എല്ലാം കടവും കടക്കടിയുമായി. ഇനി ആരോടും പൈസ ചോദിക്കാനും ബാക്കിയില്ല. അവസാനം രോഗം മൂർധന്യതയിലെത്തിയപ്പോ മലപ്പുറത്തിരുന്ന് തിരുവനന്തപുരം RCCയിലേക്ക് എഴുതി വിട്ടപ്പോ ആ സഹോദരൻ നാളെ പോകാമെന്ന് പറഞ്ഞ് മോനെയും കൊണ്ട് വീട്ടിൽ വന്നു. മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞിട്ട് ആ പിതാവ് റോഡിലേക്ക് പോയി. എന്തിനെന്നറിയോ?
കയ്യിലുള്ള ചില്ലറ കാശ് കൊടുത്തിട്ട് വിഷം വാങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവര്. ഇത് ഞാനും നിങ്ങളും പത്രത്തിലൂടെ വായിച്ച വാർത്തയാണ്. എന്റെ സഹോദരിമാരെ, വിഷം വാങ്ങിയിട്ട് ചോറിലൂടെ കലർത്തിയിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നമ്മുടെ 3 മക്കൾക്കും കൊടുത്തു നമുക്കും അങ്ങ് മരിക്കാ. ഭാര്യ പറഞ്ഞില്ല, എന്റെ അരിമ മക്കൾക്ക് ഞാനിത് കൊടുക്കൂല. എന്റെ മക്കൾക്ക് ഇത് കൊടുക്കാനാണോ മരണവേദന അനുഭവിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കളെ പറ്റത്? അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് ഭാര്യ മാറുമ്പോൾ അവസാനം ഭാര്യയോട് പറയുന്നു, പെണ്ണേ, എന്റെ മൂത്ത മകൾ നരകിച്ച് ആരും സഹായിക്കാനില്ലാതെ എന്റെ വീട്ടിന്റെ കത്ത് കിടന്ന് പുഴുത്തു മരിക്കുന്നത് കാണണോ? അതിനേക്കാൾ നല്ലൊരു പഴങ്ങ് മരിക്കുന്നതല്ലേ? രോഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മോന്റെ ശരീരം പണമില്ലാത്ത നമ്മളെവിടെ കൊണ്ടുപോകാനാണ്? പള്ളിക്കാര് സഹായിച്ചല്ലോ, സംഘടനകൾ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമറാ 3 മക്കളുടെ വായിലേക്കും ചോറ് വാരി വെച്ചു കൊടുക്കുമ്പോ ഇളയ മകനുണ്ടല്ലോ, പുഞ്ചിരിയുടെ പ്രകാശം പോലും മാറാത്ത, വാപ്പാന്ന് വിളിച്ചു കൊതിതീരാത്ത, ഉമ്മാന്ന് വിളിച്ചു കൊതിതീരാത്ത 2 വയസ്സിന്റെ അകത്ത് പ്രായമുള്ള പൊന്നുമോന്റെ വായിലേക്ക് വിഷമൂട്ടപ്പെട്ട ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്തിട്ട് 5 മയ്യിത്തല്ലേ മറിഞ്ഞു വീണുപോയത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യൂ സഹോദരങ്ങളെ, 2 കൈ ഉയർത്തി അല്ലാഹുവിനോട് ദുആരംന്നോ. റഹ്മാനായ പടച്ചതമ്പുരാൻ ഈ ഒരു ബുദ്ധിമുട്ട് തരാതിരിക്കാൻ വേണ്ടി നിറകണ്ണുകളോട് ദുആരംന്നോ. ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള് സീരിയലാണ് ദുനിയാവെന്ന് കരുതിപ്പോയ പെണ്ണ്, അതേ അന്യപുരുഷന്മാരുമാരി കറങ്ങുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ഏറ്റവും വലിയ ദുനിയാവെന്ന് കരുതിപ്പോയവള് തീർന്നല്ലോ. ഒരു രോഗം വരുമ്പോ അതിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് ദുനിയാവിലുള്ളത്? അതുകൊണ്ട് അല്ലാഹുവാണ് വലിയവർ. എല്ലാം തരുന്നത് അല്ലാഹുവാണ്. സന്തോഷം തരുന്നത് അല്ലാഹുവാണ്, രോഗം തരുന്നത് അല്ലാഹുവാണ്, സങ്കടം തരുന്നത് അല്ലാഹുവാണ്, പണം തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിക്കോ. കടമില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും അഭിമാനിക്കണ്ട. കടക്കാരനാകാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചാൽ 10 ലക്ഷം രൂപയുടെ കടമായില്ല പോരെ. ഒരു ചെറിയ അസുഖം വന്നാ വീട് വിറ്റില്ലേ, പറമ്പ് വിറ്റില്ലേ, മക്കളെയും തോളത്ത് വെച്ചുകൊണ്ട് ഓടി നടക്കൂലേ? എത്രയോ പേര് നമ്മുടെ പള്ളികളുടെ മുറ്റത്ത് നമ്മുടെ ജുമാനസ്കാരം കഴിഞ്ഞിറങ്ങി വരുമ്പോ കർച്ചീപ്പും ഷാളും പിരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ആചാരേ മോൾക്ക് ഓപ്പറേഷനാണ്, 10 രൂപ തരണേ. അതുപോലെ പോകുന്നവരുടെ കാല് പിടിച്ചിട്ടല്ലേ പറയാ 2 രൂപയും 3 രൂപയും ചോദിക്കുന്ന ഗതികേട് അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ. അതിന് നന്ദി കാണിക്കണം, പ്രിയപ്പെട്ടവരെ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ.